ഫസ്റ്റ് ഹുക്ക് വിനായകന്റെ ഡയലോഗ് പറഞ്ഞാലാന്നല്ലേ അറിഞ്ഞില്ലേ? ആ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വെൽക്കം ടു അവർ ചാനൽ ANR സിനി മീഡിയ. സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരൊറ്റ പേരേ മനസ്സിലുള്ളൂ, രജനീകാന്ത്. രജനീകാന്ത് വീണ്ടും വരികയാണ്. ജയിലർ 2-ന്റെ ഒഫീഷ്യൽ ഡേറ്റ് അനൗൺസ്മെന്റ് വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. ജയിലറിന്റെ 1-ാം ഭാഗത്തിൽ തന്നെ വിനായകൻ സെക്കൻഡ് പാർട്ടിലേക്കുള്ള ചെറിയൊരു ഹുക്ക് അവിടെയൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട്. സംഭവം എനിക്ക് തോന്നുന്നു അതിനകത്ത് പറയുന്നുണ്ട്, എന്നെ കൊന്നു കഴിഞ്ഞാലും ഇതൊന്നും എങ്ങും അവസാനിക്കുന്നില്ല, എനിക്ക് പിന്നിൽ ഇനിയും ഒരുപാട് പേരുണ്ട്. മേ ബി അതൊക്കെ തന്നെ ആയിരിക്കും സെക്കൻഡ് പാർട്ടും അതിന്റെ തുടർച്ചയായി ആ ഒരു ഹുക്കിലൂടെ ആയിരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് എന്റെ മനസ്സിൽ തോന്നുന്ന അങ്ങനെയാണ് സംഭവം. നമുക്ക് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. വീഡിയോ കണ്ടതിന് ശേഷം എങ്ങനെയാണ്, എന്താണ്, 1-ാം ഭാഗമാണോ അതേ ഇനി വരാൻ പോകുന്ന സെക്കൻഡ് പാർട്ടാണോ മൊത്തം കത്തിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ മോനെ കലാനിധിമാരൻ പ്രസൻസ്. വാവ് മോനെ അനിരുദ്ധ് സൂപ്പർ സ്റ്റാർ. ജയിലർ 2 റൈറ്റർ ആൻഡ് ഡയറക്ടർ നെൽസൺ. ഒക്ടോബർ 15. അങ്ങനെ ഒക്ടോബർ 15-നാണ്. 15 അല്ലേ? നോക്കട്ടെ. വീഡിയോയിൽ അതിൻ്റെ ആ ഒരു ഇതിനകത്ത് അങ്ങ് ലയിച്ചു പോകെ ഇവിടെ. ഒക്ടോബർ 15. അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ വിനായകന്റെ ഹുക്കിൽ നിന്ന് തന്നെയാണ് ഇത് ജയിലർ 2-ലോട്ട് പോയിരിക്കുന്നത്. വിനായകൻ അതിനകത്ത് പറയുന്നത് അതേ സാധനം തന്നെയാണ് ആദ്യം കാണിക്കുന്നതും, എന്നെ കൊന്നു കഴിഞ്ഞാലും ഇതൊന്നും അവസാനിക്കുന്നില്ലെന്നും എൻ്റെ പിന്നിൽ. അപ്പം എന്തോ വിനായകന്റെ പിന്നിൽ എന്തായാലും ആരോ ഉണ്ട്. സോ അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ റിലേറ്റഡ് ആയിട്ടാണ് ആ സ്റ്റോറി പോകുന്നതെന്ന് നമുക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ, സ്വാഭാവികം. മോനെ പിന്നെ എന്തായാലും നെൽസന്റെ ആ ഒരു ടച്ച് ഉണ്ടല്ലോ, അത് ഒന്നും പറയാനില്ല. പിന്നെ BGM ജയിലർ 1-ാം ഭാഗം നമ്മള് ജയിലർ 1-ാം ഭാഗം ഫുള്ള് കത്തിച്ചത് ആ BGM. അനിരുദ്ധ അതിനകത്ത് അങ്ങോട്ട് കയറി പൂണ്ട് വിളയാടി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെയാണ് ജയിലർ 2-ലും ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അങ്ങനെ ഒരു ഡയറക്ടറിന്റെ ഒക്കെ നെൽസന്റെ ബ്രില്യൻസ് അതിനകത്ത് നമുക്ക് എന്തായാലും നല്ല രീതിയിൽ കാണാൻ കഴിയുന്നു. അതിലുപരി പിന്നെ രണ്ടാമത്തെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ആ ഫസ്റ്റ് എന്താണ് വിനായകനെ കാണിച്ച് രണ്ടാമതൊരു ഷോട്ട്, മൂന്നാമതൊരു ഷോട്ട് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കെങ്കിലും വല്ല പിടിയും കിട്ടിയ? യെസ്, സുരാജ്. പ്രതീക്ഷിക്കും ആരെങ്കിലും സുരാജിന്റെ ആ ഒരു ഫ്രെയിം കാണാം, നമുക്കത് മനസ്സിലാവും, സുരാജ് വെഞ്ഞാറമ്മൂട്. പിന്നെ അതിനകത്ത് അതുപോലെ തന്നെ അതിന് ശേഷം കുറേ ഇങ്ങനെ സെക്കൻഡുകൾ ഇങ്ങനെ ടപ്പ എന്ന് പറഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതിനകത്തൊക്കെ ഒത്തിരി പേരങ്ങനെ കാണിച്ച് ഒരു മിന്നായ കണക്കിങ്ങനെ ടപ്പയെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നമ്മളെ കോട്ടയം നസീർക്ക് ഉണ്ട്, നമ്മളെ ഹക്കീം, എന്തൊക്കെയോ നല്ല രീതിയിൽ നെൽസൺ എന്തായാലും കുക്ക് ചെയ്യുന്നുണ്ട്. അതെന്തായാലും ഉറപ്പാണ്. കാരണം അമ്മാതിരി രീതിയിലൊക്കെയാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയുന്നത് ഈ പുതിയ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പേരെ അതിനകത്ത് ഇങ്ങനെ മിന്നായങ്ങളൊക്കെ കാണിച്ചു പോയതിൽ കോട്ടയം നസീർക്ക. ആ നസീർക്കാര ആ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു അത് ഒരു നല്ലൊരു ഹുക്കിനുള്ള ഒരു സാധനമാണെന്ന് തോന്നുന്നു. കാരണം ആ ഒരു സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ എന്തോ സംതിങ് ഫിഷി എന്നൊക്കെ പറയാം. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെന്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്താ പറയാനുള്ളത്? എന്തായാലും ട്രെയിലർ വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ മോനെ ഒരു രക്ഷയില്ല. എന്തായാലും അനിരുദ്ധിന്റെ BGM-ഉം നെൽസന്റെ മേക്കിങ്ങും സംഭവം എല്ലാം പൊളിയായിട്ട് ചെയ്തു വെച്ചേക്കാണ്. എന്തായാലും എനിക്ക് തോന്നിയത് ജയിലർ 1-ാം ഭാഗത്തിൽ രജനീകാന്ത് ഒരു ലാസ്റ്റ് ടൈമിലൊക്കെയാണ് ഒരു ക്യാരക്ടറിലേക്ക് കൂടുതൽ വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു രജനീകാന്തിന് ആ ഒരു ക്യാരക്ടറിനെ കൂടുതൽ ഡീപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ 2-ാം ഭാഗത്തിലാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ല ഇതിനകത്ത് ഉണ്ടാവുമെന്ന് ഒരു സംശയവും വേണ്ട. ഒരു പാൻ ഇന്ത്യൻ ലെവലിലൊക്കെ മേ ബി വരാൻ ചാൻസ് ഉണ്ട്. ഒരു പോസിബിൾ ആണ്, ഒരു ഫ്രാഞ്ചൈസി സ്റ്റാർട്ടപ്പ് ആയിരിക്കാം. പിന്നെന്താണ് നമുക്ക് പറയാനുള്ളത്? നമ്മളെ ജയിലർ 1-ാം ഭാഗം പൊള്ളിയായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ജയിലർ 2 അതിൽ നിന്നും മികച്ച ഒരു സംഭവം ആയിരിക്കുമെന്ന് യാതൊരു സംശയമില്ലാതെ പറയാൻ കഴിയുമെന്നാണ് തോന്നുന്നത്.
അപ്പോൾ എന്തായാലും ഒക്ടോബർ 15-നാണ് ഡേറ്റ് എന്തായാലും ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രailer വരുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എനിവേ ഗൈസ്, എൻ്റെ കുറച്ച് നിഗമനങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എന്തായാലും നിങ്ങൾ പോകുന്ന വഴിക്ക് ആ ബെൽ ബട്ടനൊക്കെ ഒന്ന് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.